മണ്ഡലപൂജയ്ക്ക് ശബരീശന് ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര ആരംഭിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതലുണ്ടായിരുന്ന തങ്കയങ്കി ദർശനത്തിന് ശേഷമാണ് ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. ഈ മാസം 26-ാം തീയതിയാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് 7 മണിയോടെയാണ് തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ആരംഭിച്ചത്. പുലർച്ചെ മുതൽ തന്നെ നിരവധി ഭക്തരാണ് തങ്കയങ്കി ദർശിക്കാനായി ക്ഷേത്രത്തിൽ എത്തിയത്. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്രതിരുനാൾ ശബരിമല നടക്കിൽ സമർപ്പിച്ചതാണ് 451 പവൻ തൂക്കം വരുന്ന തങ്കയങ്കി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവർ ഘോഷയാത്രയിൽ പങ്കാളികളായി. ഇവിടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി പമ്പയിൽ വരെ ഏതാണ്ട് 74 ക്ഷേത്രങ്ങളിലൂടെയാണ് ഈ ഘോഷയാത്ര കടന്നു പോകുന്നത്. പമ്പയിലെത്തുമ്പോൾ 25-ാം തീയതി 1 മണിക്ക് പമ്പയിലെത്തുമ്പോൾ ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രി പമ്പയിൽ ഈ തങ്കയങ്കി ഘോഷയാത്ര സ്വീകരിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച 27 കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ചെത്തുന്ന രഥഘോഷയാത്ര ഓമലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് വിശ്രമിക്കും. നാളെ കോന്നി മുരിങ്ങിമല മഹാദേവ ക്ഷേത്രത്തിലും മറ്റന്നാൾ പെരുന്നാടും വിശ്രമിക്കും. 25-ന് തങ്കയങ്കി സന്നിധാനത്തെത്തും. തുടർന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും 26-ന് ഉച്ചയ്ക്ക് മണ്ഡലപൂജയും നടക്കും. കൈരളി ന്യൂസ്, പത്തനംതിട്ട.